എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്ക് നമ്മൾ ഈ വർഷത്തെ ക്രിസ്മസിനെ വരവേൽക്കാം, അല്ലെ? നാളെയും കൂടി മറ്റന്നാളാവുമ്പോൾ നമ്മൾ ക്രിസ്മസ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു ശുഭ പ്രതീക്ഷയുമായി ഒരാളും കൂടി വരുന്നുണ്ട്. ആളെ നമുക്ക് വളരെയധികം ശുഭ പ്രതീക്ഷയോടെ വരവേൽക്കണ്ടേ? അയാളാണല്ലോ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ആൾ. അയാളുടെ പേരാണ് 2025. ജീവിതത്തിന്റെ നമ്മൾ നിലവിൽ എന്തൊക്കെയോ സംഭവിച്ചോ അതെല്ലാം, അതിൽ നിന്ന് എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പാഠങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെയെല്ലാം വേണ്ട രീതിയിൽ മാറ്റപ്പെടുത്തി വേർതിരിവുകൾ നടത്തി ഇപ്പൊ എല്ലാം കൂടി കുറേ നമ്മുടെ കൂമ്പാരത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനെയൊക്കെ എടുത്ത് നീക്കി മാറ്റപ്പെടുത്തി ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നമ്മൾ 2025 പോകുന്നു. ആർ യു റെഡി വിത്ത് ദാറ്റ്? റെഡി ആണെങ്കിൽ ഇപ്പൊ റെഡി ആയിക്കോ, പറഞ്ഞോ. 2025 നിങ്ങളിൽ നമ്മളെ കയ്യിലുള്ളത് എല്ലാത്തിനെയും മാറ്റി വെച്ച് പുതിയ തുടക്കത്തിൽ പോകാൻ റെഡി ആണെങ്കിൽ റെഡി എന്ന് മറ്റേ അവരവരെ പേരെഴുതി ടൈപ്പ് ചെയ്യുക. പേരെഴുതി റെഡി ആവുക. റെഡി ആയ ഒരു കാര്യമുണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കണം കേട്ടോ. നിങ്ങൾ റെഡി ആണെന്ന് ടൈപ്പ് ചെയ്തിട്ട് അവസാനം പോയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ വെറുതെ ടൈപ്പ് ചെയ്തത്. അപ്പൊ ചില ആളുകൾക്ക് വന്നാൽ പിന്നെ ഞാൻ ടൈപ്പ് ചെയ്തു. ഞാൻ കണ്ടുപിടിക്കും നിങ്ങൾ ആരൊക്കെ ടൈപ്പ് ചെയ്തില്ലെന്ന്. 80 പേരിൽ ആകെ 35 ആള് മാത്രമേ ടൈപ്പ് ചെയ്തു, ബാക്കിയുള്ളവർ റെഡിയുമില്ല. എങ്ങനെയൊക്കെ പോയാൽ മതി, അല്ലെ? ഇങ്ങനൊക്കെ പോയാൽ മതിയാ? പോരാ, ഇങ്ങനൊക്കെ പോയാൽ മതി. മാറ്റം വേണം. ആർക്കാണ്? അവർക്ക് മാറ്റം വേണം. ആർക്കാ? വീട്ടിലുള്ള ആൾക്ക് മാറ്റം. സാറേ ഞാൻ റെഡിയാണ്, ഞാൻ എന്തിനാ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്? അത് അവിടെ നിന്ന് മാറാനാ. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടെങ്കിലും എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് മാറ്റം ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നിങ്ങളൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, ഒരിക്കലല്ല. നിങ്ങൾ നല്ല കുട്ടികളാണ്, എപ്പോഴും ക്ലാസ് എടുക്കുന്നത് നല്ല. കുറച്ച് ഗുഡ് ന്യൂസുകൾ കൂടി പറയാം നിങ്ങൾക്ക് കൂടി, അല്ലെ? 2025 നമ്മൾ മാറാൻ പോകുന്നു പറയണ്ടേ നിങ്ങളോട്? നമ്മളും ഹാപ്പിനെസ് മാസ്റ്റർ ഒക്കെ മാറാൻ പോകുന്നു നിങ്ങളോട് പറയണ്ടേ? പറഞ്ഞിരിക്കണമല്ലോ, അല്ലെ? ഇന്ന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ക്രിസ്മസിന് ഇപ്പൊ നാളെ ക്ലാസ് ഇല്ല, മറ്റന്നാൾ ക്ലാസ് ഇല്ല. ഇനി 27-ാം തീയതി മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പൊ 24-ഇല്ല, 25-ഇല്ല, 26-ഇല്ല, 27-ാം തീയതി ക്ലാസ് ഉള്ളത്. അപ്പൊ പിന്നെ 27, 28, 29, 30 മാത്രമേ. അല്ലെ, 30-ന് നമ്മൾ ക്ലാസ് വെക്കണ്ടേ? നമുക്ക് ന്യൂ ഇയർ 12 മണി ഇവിടെ തന്നെ അടിച്ചു വിളിക്കണ്ടേ? പക്ഷെ ഏത് രാജ്യത്ത് 12 മണിയാണ് നമ്മൾ എടുക്കുക? നമ്മളിവിടെ 12 മണി എടുക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് മാധവട്ടം വിളിച്ചവർ ഞങ്ങൾ ഇന്നലെ ആഘോഷിച്ച് കഴിഞ്ഞു സാറേ, ഇനി എന്ത് ആഘോഷിക്കാന്ന് പറയും. അതുകൊണ്ട് നമുക്ക് ലോകത്തിന് വിവിധ രാജ്യങ്ങളിലുകൊണ്ട് നമുക്ക് എവിടെയും ഒരു സ്ഥലത്ത് 12 മണി ആഘോഷിക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിച്ചു പോവാം. ഹാപ്പിനെസ് മാസ്റ്ററിയിൽ കുറെ അഴിച്ചുപണികൾ 2025 റെഡി ആയിട്ടുണ്ട് എന്ന് ഞാൻ എഴുതുന്ന മുഴുവൻ അത് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അത് നിങ്ങളോട് ആദ്യം പറയണം, ബാക്കിയുള്ളവർക്കെല്ലാം അറിയണം. എന്നറിയോ? ഒന്നാമത്, നമ്മൾ ഒരു സ്റ്റേജ് ഹാപ്പിനെസ് മാസ്റ്ററിയുടെ 1ാമത്തെ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. 2024 നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ 50K സബ്സ്ക്രിപ്ഷൻ നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ 350 ആൾക്കാർ ഇതിലൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരിലെയും ഒരുപാട് ആൾക്കാരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ദ പ്രിമിലറി സ്റ്റേജ് നമ്മൾ കഴിഞ്ഞിരിക്കും. ഇനി നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. ഈ അടുത്ത തലത്തിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മളുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങളുടെ ഒരു സ്റ്റേജ് ഞാൻ ഇംപ്രൂവ് ആയി എന്നത് കരുതി അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ഒന്നാമത്തെ. കാരണം നിങ്ങളില്ലെങ്കിൽ ഹാപ്പിനെസ് മസ്റ്റ് ചെയ്ത്, അല്ലെ? നിങ്ങളാണ് ബേസ് ആയിട്ട് വേണം. നിങ്ങൾ തയ്യാറാവണം. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഗുഡ്. അവിടെയാണ് കൺഫ്യൂഷൻ. ഞാൻ ആയോ, റെഡി ആയോ? ഒന്ന് പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. സമയമുണ്ട്. നിങ്ങൾ റെഡി ആയോ എന്ന് നിങ്ങൾ സ്വയം പുനഃപരിശോധിക്കുക. റെഡി ആവണം, ആയിരിക്കണം. കാരണം ഇവിടെ ഇത്രയും ദിവസം ഞാൻ നൽകിയ പുഞ്ചിരിക്കും ഞാൻ നൽകിയ വാക്കുകൾക്കും ഞാൻ നൽകിയ മോട്ടിവേഷനും നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മാറ്റത്തിന് സമയമായി എന്നാണ്. ഇതൊന്നുമില്ലാതെ നിങ്ങളിവിടെ 1 മണിക്കൂർ എൻ്റെ അടുത്ത് ഇരിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷെ അത് മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി. അതാണ് പ്രധാനമായിട്ടും ഇവിടെ വേണ്ടത്. അതിന് മാത്രം നിങ്ങൾ തയ്യാറാകും. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ, എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകരുമ്പോൾ നിങ്ങൾക്കും അത് പ്രേരണയായി മാറുകയും ചെയ്തു. അതിലൂടെ നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ തയ്യാറാവുക. കാരണം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്,
നമ്മൾ യാത്ര ഒന്നിച്ചാണ്. ഞാൻ മുന്നേ പോകുന്നു, നിങ്ങൾ പിറകെ വരുന്നു. അല്ലെങ്കിൽ എന്നിട്ട് അല്ലാതെ ഞാൻ പിന്നോട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ പോയിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ കൂടെ വന്നോളുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പലരോടും പറയാണ്ട്, നിങ്ങൾ പോയിട്ട് അവരെ പോയിട്ട് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് തട്ടി എടുത്തുകൊണ്ട് തോളത്ത് വെച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യരുത്. അത് കർമ്മദോഷം എന്ന് പറയുന്ന പ്രക്രിയയിൽ പോകുന്നവർ കൂടെ പോയിക്കൊണ്ടിരിക്കുക. വാനപ്രസ്ഥം അല്ലെ, യുധിഷ്ഠിരനും പഞ്ചപാണ്ഡവരും അവസാനം പോകുമ്പോ പട്ടി കൂടെ വന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കരുത്, പോയിക്കൊണ്ടേയിരിക്കുക അല്ലെ. അങ്ങനെ കുറെ കഥകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ അത് പറഞ്ഞു പോകുന്നില്ല, സമയം പരിമിതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ് സ്റ്റേജ് 2ലേക്ക്. അതെന്താണെന്നുള്ളത് ഞാൻ ഫേസ്ബുക്കിൽ, യൂട്യൂബ്, നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. ഒരു ചെറിയ ഹിന്റാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാം കൃത്യമായി ചെറിയ ചെറിയ കോഴ്സുകളും വലിയ കോഴ്സുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള തിരഞ്ഞെടുക്കുക, നിങ്ങൾ വരിക. നമ്മൾ ആരെയും നിർബന്ധിക്കില്ല, ഇന്നത് ചെയ്യണം, നിങ്ങൾക്ക് ഇതാണ് ആവശ്യം. ഒരാളെ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. നിങ്ങൾക്ക് ഫ്രീ സെഷൻസ് ഉണ്ടാവും, അതിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഫ്രീ സെഷന്റെ എണ്ണം കുറയുന്നു. കാരണം ബിസിനസ് സെക്ഷൻ കൂടി തുടങ്ങുകയാണ്. ബിസിനസ് ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇതേപോലെ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ്സും ഇതേപോലെ ആഴ്ചയിൽ 3 ദിവസം സാധാരണക്കാർക്കുള്ള ക്ലാസ്സും അങ്ങനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന 1 ദിവസം അവധിയാണ്. എനിക്കും വേണം കുടുംബം അല്ലെ, ബന്ധങ്ങൾ, റിലേഷൻ, ഇതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റ് ഒക്കെ നിങ്ങൾക്ക് വേണ്ട. എനിക്കില്ല 2 കുട്ടികളൊക്കെ. അതുകൊണ്ട് 1 ദിവസം ഞാൻ അവരെ കൂടി പോവാണ്. ബാക്കി 6 ദിവസം, 3 ദിവസം നിങ്ങൾക്ക്, 3 ദിവസം ബിസിനസ്സുകാർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാവർക്കും കയറി വരാൻ പറ്റില്ല. നമ്മുടെ കോഴ്സിലുള്ളവർക്ക് മാത്രമേ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കണ്ടീഷൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലരും വന്ന് വെറുതെ കണ്ട് പോയി, ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നത്. അത് വേണ്ട. നമ്മൾ കൊടുക്കുന്ന സമയത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട്. നിങ്ങൾക്കും എനിക്കും വാല്യൂ ഉണ്ട്. അതുകൊണ്ട് വാല്യൂ കൊടുക്കുന്നവർക്ക് മാത്രം ഇതിവിടെ തന്നാൽ മതി. മറ്റുള്ളവർക്ക് യൂട്യൂബിൽ പോയി കണ്ടിട്ട് അവിടെ കൊടുക്കാം. അവിടെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്ലാസ്സിന്റെ പ്രധാന ഭാഗങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രത്യേകത ഉള്ളത്. അതിന് ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ കൊടുക്കും. അവർക്ക് വേണമെങ്കിൽ കയറി വരാം, അല്ലെങ്കിൽ അതൊക്കെ. പക്ഷെ വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോമിനായിട്ട് നിങ്ങൾക്ക് അതിന് സീരിയസ് ഉണ്ടാവണം, ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു സ്റ്റെപ്പ്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അടുത്ത വർഷമായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ 1 ലക്ഷം രൂപ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അടുത്ത വർഷം സ്വാഭാവികമായിട്ടും അയാൾ 10 ലക്ഷം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബിസിനസ് ആൾക്കാരുടെ കാഴ്ചപ്പാട്. അതിലേക്കുള്ള ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഇപ്പോൾ സങ്കടവും പരാതിയും പരിഭവവും ഉള്ള ആൾക്കാർ പൂർണ്ണമായി എടുത്തു മാറ്റി സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ കാര്യം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാനമായി ഇന്ന് പറയാൻ പോകുന്നത് വളരെ രസമുള്ള കുറച്ച് കാര്യമാണ്. എന്താണ് ഇന്നത്തെ ടെക്നിക്ക് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ ഇന്നത്തെ വിഷയം വീണ്ടും പണം ഉണ്ടാക്കാനാണ് പറഞ്ഞത് അല്ലെ. എത്ര പേർക്ക് വേണം പണം ഉണ്ടാക്കാൻ ഒരു അനുഭവ തന്ത്രം? വേണോ? പണം ഉണ്ടാക്കുന്ന ഒരു അനുഭവ തന്ത്രം നിങ്ങൾക്ക് വേണോ? വേണമെങ്കിൽ പറയൂ, വേണമെന്ന്. നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. പണം ഉണ്ടാക്കാൻ അനുഭവ തന്ത്രം വേണ്ടവർ മാത്രം. അനുഭവം എന്ന് വെച്ചാൽ എന്റെ അനുഭവത്തിനായിരിക്കുമല്ലേ പറയണേ അല്ലെ. 6 പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഈ വഴിയൊന്ന് പരീക്ഷിക്കാൻ അല്ലെ. ആരിപ്പോ എന്താ പറഞ്ഞത്, ഒരാള് എന്നെ വിളിച്ച് ചീത്തൽ മുഴുവൻ നീടാ, നീ കാശുണ്ടാക്കാനല്ലേ ആണ്. അല്ലാതെ എന്താ, വെറുതെ ഇരിക്കും. ആരെങ്കിലും ആർക്കാ കാശുണ്ടാക്കുന്നത്? ഇവിടെ ആർക്കാ കാശ് വേണ്ടാത്തത്? ഇവിടെ ആരും കൊണ്ട് കാശ് വേണ്ടാത്തത്? എനിക്ക് കാശ് വേണ്ടെന്ന് പറഞ്ഞാൽ ആരും കൊണ്ട്? സ്വാഭാവികല്ലേ. വളരെ ക്ലിയറോട് പറയാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. വളരെ ലളിതമായി പെട്ടെന്ന് പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. പണം ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ യെസ് ഷർമിള, വെരി ഗുഡ്. യെസ്റ്റർഡേ 2 lakh ബിസിനസ് ടാർഗറ്റ് കോസ്റ്റ്. ഷർമിള, കൺഗ്രാചുലേഷൻസ് ഫോർ യു. വെരി ഗുഡ്. കാരണം ബിസിനസ്സിൽ നമ്മൾ ടാർഗറ്റ് അത് തന്നെയാണ് നമ്മൾ പ്രധാനമായി ഇന്ന് പറയാൻ പോകുന്ന വിഷയവും. നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ബിസിനസ് എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? നമ്മൾ ബിസിനസ്സുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ക്ലാസ്സിൽ പറഞ്ഞാണ്, ബിസിനസ് നമ്മൾ ചെയ്യുന്ന ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പണമാണ് ബിസിനസിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പണം ഉണ്ടാക്കാൻ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ പണം നമ്മളിലേക്ക് വരികയുമില്ല, വന്ന പണം നമ്മളിൽ നിൽക്കുകയുമില്ല.
അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചാൽ, നിങ്ങളുടെ മേഖലയിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. ആർക്കും സാധിക്കും. എല്ലാവരെ കൊണ്ടും അവരവരെ മേഖലയിൽ സാധിക്കാൻ പറ്റും. എന്താണ് ചെയ്യേണ്ടത് എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ശരിക്കും ഞാൻ ഈ ക്ലാസ് ബിസിനസ്സുകാർക്ക് എടുക്കേണ്ട ക്ലാസ് ആണ്, പക്ഷെ ഞാൻ പബ്ലിക്കിൽ എല്ലാവർക്കും കൊടുക്കുകയാണ്. അടുത്ത പ്രാവശ്യം മുതൽ, ജനുവരി മുതൽ ബിസിനസ്സുകാർക്ക് വേണ്ടി ഇതുപോലുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും ആർക്കാണോ പണമില്ലാത്തവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. മായം, മന്ത്രം, ഈ ഇല പറിക്കൂ, ആ ഇല പറിക്കൂ, ഇതിവിടെ കത്തിക്കൂ, ഇതൊന്നും അല്ല കേട്ടോ. ഇതൊന്നും ഇവിടെ പറയാനില്ല കേട്ടോ. അങ്ങനെ ആരും വിചാരിച്ചേക്കരുത്. അങ്ങനൊന്നുമില്ല. ഞാൻ ചെയ്ത കാര്യം, കാശിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് ചെയ്തത്, ഒന്നാമത്തെ ഞാൻ ചെയ്ത കാര്യം, വ്യക്തമായ ഫൈനാൻഷ്യൽ ഗോള് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിഷൻ ബോർഡുകാരോട് നേരത്തെ പറഞ്ഞതേ കാര്യമാണ്. എനിക്ക് ആവശ്യമുള്ള ഒരു ചെക്ക് ഞാൻ എഴുതി വെച്ചു. എല്ലാ വർഷവും ഞാൻ എഴുതി വെക്കും. അത് എല്ലാ വർഷവും ഞാനത് ഫില്ലാവുകയും ചെയ്യും. ഇപ്പോൾ കുറച്ചും കൂടി വലുതായി എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സെറ്റ് എ ഫൈനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ ഉണ്ടാവേണ്ട കാശിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ കാശ് ഒരു ഘടകം മാത്രമാണ്, അങ്ങനെ എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു കൃത്യമായ ഒരു കുറിപ്പിലേക്ക് കൊണ്ടുവരിക, ഒരു ലംസമത്തിലേക്ക് കൊണ്ടുവരിക, ഒരു ആകത്തുകയിലേക്ക് കൊണ്ടുവരിക. ആദ്യം എന്താണ് ആകത്തുക എന്ന് പറയുന്നത്? എന്ത് നിങ്ങൾക്ക് വേണോ അതിൻ്റെ ഒരു ആകത്തുക ആദ്യം കാണണം. എനിക്കൊരു വീട് വേണമെന്ന് ചിന്തിക്കുന്ന വീടിന്റെ പിക്ചർ ആദ്യം കാണണം. എനിക്ക് സാമ്പത്തികം വേണമെന്ന് പറയുന്ന എത്ര എമൗണ്ട് ആദ്യം കാണണം. അതിനെ എഴുതി വെക്കുക. വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മാജിക് ചെക്ക് എന്ന് പറയുന്നൊരു ചെക്ക് കൊടുത്തിട്ട് എല്ലാവരെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ബാച്ച് ഇപ്പൊ നേരത്തെ 1 മണിക്കൂർ മുമ്പേ തുടങ്ങി. ആദ്യത്തെ ബാച്ച് ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അവർ സെറ്റ് ചെയ്ത് ഒട്ടിച്ച് ശരിയാക്കി പോകുന്നു. വിഷൻ ബോർഡിന്റെ ക്ലാസ് അത്രയും ക്ലാരിറ്റിയോട് കൊണ്ട് ഇപ്പൊ എല്ലാവർക്കും സെറ്റായി ബോർഡ്. അപ്പോൾ ഞാൻ ചെയ്തത് ഇത് തന്നെയാണ്. ഒരു മാജിക് ചെക്ക് ഞാൻ എഴുതി വെക്കും, എല്ലാ വർഷവും എഴുതി. അത് നേടുക തന്നെ ചെയ്യും, യാതൊരു കോംപ്രമൈസും ഇല്ല. അതിലേക്കുള്ള എഴുതി വെച്ചോളൂ. സെറ്റ് എ ഫൈനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ലിവറേജ് യുവർ സ്കിൽ. പൈസ നേടണമെങ്കിൽ പണിയെടുക്കണം, സ്കില്ല് വേണം. സ്കിൽ മേക്ക് യു മണി, അല്ലെ? ലിവറേജ് യുവർ, നിങ്ങൾക്കുണ്ട്. കഴിവില്ലാത്ത ആരല്ല ഇവിടെ? ഒരാൾക്കും കഴിവില്ലാത്തതില്ല. ആ കഴിവിനെ ഒന്ന് പൊക്കിയെടുക്കണം. ഇപ്പോൾ നിലവിൽ 1000 രൂപയാണ് നിങ്ങൾ ഒരു ദിവസം പണിയെടുത്തിട്ട് മേടിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ജോലി, നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ കുറച്ചും കൂടി സ്മാർട്ട് ആക്കി, കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ 1500 രൂപ ആക്കാൻ പറ്റില്ലേ? ആർക്കാ പറ്റാത്തത്? ആർക്കെങ്കിലും ഇത് പറ്റില്ലെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്ലംബിംഗ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 1500 രൂപയാണ് ഇന്നിപ്പോ നാട്ടിൽ നമുക്ക് ഒരു ദിവസം ശമ്പളമായിട്ടുള്ള 1500 രൂപയാണ്. ആ 1500 രൂപക്ക് പോയി അടിമപ്പണി എടുക്കുന്നത് പോലെ എടുക്കുന്നതിന് പകരം നമുക്ക് പോയിട്ട് അവിടെ ആ വർക്കിനെ ഒന്നുകൂടി സ്കിൽസ് കൂട്ടിക്കഴിഞ്ഞാൽ, ഈ വർക്കിന് ഇത്ര പൈസ എന്ന് പറഞ്ഞ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ 1500 പകരം 2500 ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധ്യമാണ്. ആർക്കാ സാധ്യമില്ലാത്ത? നെറ്റ്വർക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെ? ഇതും കൂടി ആലോചിച്ച് വെക്കാം. അവർക്കും പറ്റും. ആർക്കാ പറ്റാത്ത? വീട്ടമ്മക്ക് പറ്റും. എത്ര സമയം വെറുതെ ഇരിക്കുന്നുണ്ട്? എത്ര പരിപാടികൾ, സ്കിൽസ് അവരുടെ കയ്യിലുണ്ട്. തുന്നൽ സ്കില്ലുകളുണ്ട്, മറ്റു അനവധി സ്കില്ലുകളുണ്ട്. പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ മടി കാണിച്ചിട്ടല്ലേ? മടി ഒന്നിനും പരിഹാരമല്ല. മടി പിടിച്ചു കഴിഞ്ഞാൽ കാശുണ്ടാക്കാൻ ഒരാളെ കൊണ്ട് പറ്റും. അങ്ങനൊരു സംഭവമില്ല. മൂന്നാമത്തെ കാര്യം, എക്സ്പ്ലോർ യുവർ ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റീസ്. കാരണം ഇന്ന് ലോകം കിടക്കുന്നത് ഡിജിറ്റലിലാണ്. എല്ലാ മേഖലകളിലും ഡിജിറ്റൽ. പണം ഉണ്ടാക്കണോ? ഡിജിറ്റൽ അറിഞ്ഞേ പറ്റുള്ളൂ, പറഞ്ഞേ പറ്റുള്ളൂ. പണം ഉണ്ടാക്കാൻ നിങ്ങൾ ആരും ഡിജിറ്റൽ ഉപയോഗിക്കുന്നില്ല, പക്ഷെ പണം അയച്ചു കൊടുക്കാൻ ഡിജിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആർക്കും അയ്യോ സാറേ ഡിജിറ്റൽ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ സാധനം മേടിച്ച പൈസ അയക്കാൻ അറിയാം, അങ്ങോട്ട് കൊടുക്കാൻ അറിയാം. ആർക്കാ ഗൂഗിൾ പേ അറിയാത്തത്? ഇപ്പൊ ആരുമില്ലല്ലേ? ഗൂഗിൾ പേ വഴി ഇങ്ങോട്ട് വരാനെ പറ്റി എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് അവൻ എനിക്ക് ഗൂഗിൾ പേ വഴി ഇങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ശരിയാവും? ഇല്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ കിട്ടില്ലേ? എത്രായിരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, 100 കണക്കിന് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഡിജിറ്റൽ ഇപ്പൊ ഒരു നമ്മൾ എന്താ പറയാ, അച്ചാർ ഉണ്ടാക്കി വെക്കുന്ന ആൾ, കഴിഞ്ഞ ഫസ്റ്റ് എന്റെ ക്ലാസ്സിൽ വന്ന ഒരാളോട് പറഞ്ഞു, അച്ചാർ ഉണ്ടാക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ അച്ചാർ ഉണ്ടാക്കിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്
വെറുതെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു, എവിടെ എത്തും അറിയില്ല. അങ്ങനെ അയാൾ അയച്ചു കൊടുത്തു, ഇൻസ്റ്റയിൽ എന്തോ സ്റ്റാറ്റസ് ആക്കി വെച്ചു. ഗുജറാത്ത് നിന്ന് 5 കിലോ അച്ചാറിന്റെ ഓർഡർ, 5 കിലോ അച്ചാറിന്റെ ഓർഡർ ഒറ്റയടി ഗുജറാത്ത് നിന്ന് കാശ് അയച്ചു കൊടുത്തു, സാധനം അയച്ചു കൊടുത്തു. പിന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ വരുന്നു എന്നാണ് അടുത്ത കാലം വരെ എന്നോട് പറഞ്ഞത്. പിന്നെ അവരുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണോ അതുപോലെ ബാക്കി കണ്ടിന്യൂ ചെയ്യും. പല സ്ഥലത്തുനിന്നും വരും. ഇത് എങ്ങോട്ട് എത്തും നമുക്കാർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെയാണ് US നിന്നും ഉസ്ബാക്കിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നത് എങ്ങനെ? ഡിജിറ്റലല്ലേ അതിന് മാധ്യമമുള്ളൂ, ഡിജിറ്റൽ വഴിയല്ലേ അവരൊക്കെ പങ്കെടുക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഗൾഫിലിരുന്നു, നിങ്ങൾ ഇത്രയും ആൾക്കാർ നാട്ടിലിരിക്കുന്നു, എങ്ങനെയാ സംഭവിക്കുന്നത്? ഡിജിറ്റലിലൂടെ അല്ലേ. നിങ്ങൾ എങ്ങനെയാ എന്നെ അറിയുന്നത്, എന്നെ പരിചയപ്പെട്ടത് എങ്ങനെ? ഡിജിറ്റൽ. നിങ്ങളും ഡിജിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്, ഞാനും ഉപയോഗിക്കുന്നുണ്ട്, രണ്ടുപേരും ഉണ്ടല്ലോ. നിങ്ങൾ ഡിജിറ്റൽ സ്പെൻഡ് ചെയ്യുന്നു, ഞാനും സ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം ഞാൻ അതിന് മറ്റു വഴിയും കൂടി ആലോചിക്കുന്നു. രണ്ടും ചെയ്തു എന്നേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്. ഇതിനിപ്പോ ആർക്കും വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഇന്നെല്ലാം ഒന്നും വായിക്കുക പോലും വേണ്ട, നോക്കിയിട്ട് ഫോട്ടോ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, പൊക്കോളും. ആ അവസ്ഥയിലെത്തി, ചെയ്യാൻ പറ്റും ആർക്കും. 4-മത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് സ്മോൾ ബിസിനസ്. ചെറിയൊരു ബിസിനസ് തുടങ്ങും, ചെറിയ ബിസിനസ് തുടങ്ങും, കാശുണ്ടാക്കാൻ പറ്റും. ഇവിടെ ബിസിനസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യുന്നു ഒന്നും പഠിക്കില്ല, പോയി 10 ലക്ഷമോ 15 ലക്ഷമോ ബാങ്കിൽ നിന്ന് ലോൺ മേടിക്കും, കച്ചവടം തുടങ്ങും. എന്താ അറിയില്ല, അതിനെപ്പറ്റി യാതൊരു പിടിയില്ല. അപ്പൊ ആദ്യം പറഞ്ഞത് ലിവറേജ് യുവർ സ്കിൽ. നിങ്ങളുടെ സ്കില്ലിനെ ആദ്യം കണ്ടെത്തുക, എന്നിട്ട് അതിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങും. ചെറിയ ബിസിനസ് തുടങ്ങിയാൽ മതി, വളരെ ലളിതം. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം. ഞാൻ എപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ ആലോചിക്കും മാക്സിമം 5 ലക്ഷം രൂപക്കകത്ത് നിൽക്കണം, അതാണ് ബിസിനസ്. എന്നിട്ട് അതിൽ നമ്മൾ സ്കില്ലിനെ ഉപയോഗിക്കും. സജിയോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ, സജി നേരെ തിരിച്ചാണ്. സ്കിൽസ് ഉപയോഗിക്കും, എല്ലാം ഉപയോഗിക്കും, ബിസിനസ് ചെയ്യും, എന്നിട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് കൊടുക്കും. ആൾക്കാരെ നന്നാക്കാനായിട്ട് ബിസിനസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ഇവിടെ, അല്ലെ? ഡോണ്ട് കീപ് ഇറ്റ് അപ്പ്, ത്രോ എവേ. കീപ് ഇറ്റ് അപ്പ് എന്ന് പറയില്ല കേട്ടോ ഞാൻ ആ വാക്ക് അവിടെ ഉപയോഗിക്കരുത്, അല്ലെ? ആൾക്കാർക്ക് എന്ത് ചെയ്യാനാ? അവർക്കൊന്നും ചെയ്യാനാ. കോഴിയെ വളർത്തുക, എല്ലാവർക്കും ഫ്രീ കൊടുക്കുക, എന്തായിരിക്കും കോഴി വളർത്തൽ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ചെറിയ ബിസിനസ് ചെയ്താലും മതി. ചെറിയ ബിസിനസ്സിലൂടെയാണ് വളർച്ച ഉണ്ടാക്കാൻ പറ്റുക. അതിലൂടെ നിന്ന് പതുക്കെ 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 ഉയർന്നു കൊണ്ടുവരണം. അതിന് നമുക്ക് ആദ്യം വേണ്ട എന്താണ്? ഫൈനാൻഷ്യൽ ഗോൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഉയർന്നു കൊണ്ടേയിരിക്കും എന്ന് പറയുന്നത്. 5-മത്തെ കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു, എന്നാൽ എല്ലാവർക്കും ഇതുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ വരുമ്പോൾ അത് ഉപയോഗിക്കില്ല. കോൾഡ് ആസ് നെറ്റ്വർക്കിംഗ്. പരസ്പര ബന്ധമുണ്ടാവണം. എല്ലാവർക്കും പരസ്പര ബന്ധമുണ്ട്. എന്റെ അച്ചാർ വാങ്ങിക്കുവോ, അല്ലെങ്കിൽ എന്റെ ടൈലറിംഗ് ഷോപ്പ് വന്ന് ടൈലറിംഗ് നടത്തുവോ എന്ന് ആരോടും പറയില്ല. അപ്പോ നമുക്ക് അയ്യോ, എന്റെ ഈഗോ, എന്റെ കുടുംബം, എന്റെ അച്ഛനമ്മമാരുണ്ടാക്കിയ പേര്, ആ വീട്ടിൽ പട്ടിണിയാണ്, എന്നാലും കുടുംബത്തിൽ അവരുണ്ടാക്കിയ പേര് ഇങ്ങനെ പറയും, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു, അവർക്ക് നല്ല കച്ചവടമാണ് കേട്ടോ, ഇതാണ് പ്ലേറ്റ്, എന്തോ ടൈപ്പ് ഒരു പ്ലേറ്റ് അവർ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ഫംഗ്ഷന് കൊടുക്കുകയാണ്. പക്ഷെ പുള്ളി ഒരു കല്യാണം നടത്തുന്നിടത്തും പോയി ചോദിക്കില്ല, നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പ്ലേറ്റ് വേണോ, ഞാൻ സപ്ലൈ ചെയ്യാൻ ഒരിക്കലും ചോദിക്കില്ല. അതെന്താ പറയും? അയ്യോ, എന്റെ കുടുംബ പശ്ചാത്തലം അറിഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വരണം. അറിയാനോ? പരസ്യം കൊടുക്കുകയില്ല, ഒന്നും അറിയില്ല, എങ്ങനെ നടക്കും? ബിസിനസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു, ടോട്ടലി ബിസിനസിനെ പറ്റിയാന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ചിലവർക്ക് ഇത് ഡൈജസ്റ്റ് ആയാലും, പക്ഷെ മനസ്സിലാക്കിയേ പറ്റുള്ളൂ, ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണെന്നുള്ളത്. നെറ്റ്വർക്കിങ്ങിലൂടെ മാത്രമേ നമുക്ക്, കാരണം ഞാൻ എപ്പോഴും പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന സമൂഹ ജീവിയാണ്. അവൻ സമൂഹമില്ലെങ്കിൽ അവനില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സമൂഹം എന്താണ്? സമൂഹം നമുക്കെല്ലാം ബന്ധങ്ങളുണ്ട്, അല്ലെ? ആരാണ് ബന്ധം എന്നറിയോ? ഞണ്ടുകളെ കഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞണ്ടുകൾ അറിയോ? ഞണ്ടുകളെ പുറപ്പിടിച്ച് എല്ലാവരും ഒരു പാത്രത്തിലിട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഞണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അതിനകത്ത് കയറിയാൽ അടുത്ത ഞണ്ട് പോയിട്ട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ക്ലാസ്സിൽ വന്നിരുന്നിട്ട് മോട്ടിവേഷൻ കേട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സജി വിചാരിച്ചിരിക്കുമ്പോ സജിയുടെ ഫ്രണ്ട് പറയും, നിനക്ക് വല്ല ബോധമുണ്ടോ, എന്തിനാണ് അതിൽ പോയിരിക്കുന്നത്? നീ നമ്മൾ കൂടെ വാ, നമുക്ക് കൂടി ഇരിക്കാം, നമുക്ക് 2 സൊറ പറഞ്ഞിരിക്കാം എന്ന് പറയും, വലിച്ചു കൊണ്ടുപോകും. ഇങ്ങനെയുള്ള കുറെ അട്ടകൾ, അല്ലെ, ഞണ്ടുകൾ ഈ ലോകത്തുണ്ട്. ബന്ധങ്ങൾ, അതെല്ലാം ശരിയായ ബന്ധങ്ങൾ. ബന്ധങ്ങൾക്ക് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ആരാണോ നമ്മുടെ നിലവിലുള്ള തലത്തിൽ നിന്ന് ഉയരാൻ സഹായിക്കുന്നത്, അവരാണ് നിങ്ങളുടെ ബന്ധു എന്ന്. ആരാണോ നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉയരാൻ പ്രേരണ നൽകുന്നത്, അവനാണ് നിങ്ങളുടെ യഥാർത്ഥ ബന്ധു എന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞതാണ്. ആരാണ് ബന്ധു? ഇതേപോലുള്ള ഉദാഹരണം പറഞ്ഞു. അതൊന്നുമല്ല, കർമ്മത്തിലാണ് ബന്ധത്തിന് ബന്ധം നിൽക്കുന്നത്. എവിടെയാണോ നമ്മുടെ കർമ്മത്തിന്റെ വാസനയെ നമുക്ക് ഉയർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കിട്ടുന്നത്,
ആ സാഹചര്യം അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നമ്മുടെ ബന്ധുക്കളും. അതും ആ സാഹചര്യത്തിൽ മാത്രമാണ് ബന്ധുത്വമുള്ളത് എന്ന് തിരിച്ചറിയുക. ഇനി ആറാമത്തെ കാര്യം ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഇൻകം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്ക് അതുപോലെ പാരലായിട്ട് പല രീതിയിലുള്ള ഇൻകം ഉണ്ട്. ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഇൻകം എന്തിനാന്ന് വെച്ചാൽ ആർക്കും സാധ്യമാകുന്നതാണ്. ജോലിയുള്ളവർക്കും പറ്റും, ഇല്ലാത്തവർക്കും പറ്റും. ഒരു സ്ഥലത്ത് ആവരുത് ഇൻകം, ചെറിയ വരുമാനം ആവട്ടെ, ചെറുത് ചെയ്യട്ടെ. നമ്മളിപ്പോ ഇവിടെ ഹാപ്പിനെസ് മാസ്റ്റർ ചെയ്തപ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് സൈഡ് ഇൻകം ആയിട്ട് നമ്മുടെ കോഴ്സുകൾ മാറ്റി ഇത് കൊടുക്കാനും ജോലി കൊടുക്കാനും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ മീഡിയ ചെയ്യാനായിട്ട് 2-3 ആൾക്കാർ നമ്മൾ വെച്ചിട്ട്, ചെറിയ പിള്ളേരെയാണ് എന്നുവെച്ചാൽ അവർക്ക് കോളേജിൽ പോകുന്നതിൽ ടൈം ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ കാണുന്ന പോസ്റ്ററൊക്കെ പല കുട്ടികൾ ഉണ്ടാക്കി അയച്ചു തരുന്നതാണ്, ഒരാളെ ഉണ്ടാക്കുന്നതൊന്നും അല്ലത്. അവർക്കെല്ലാം ആ പോസ്റ്ററിന് അവരനുസരിച്ച് പൈസ കൊടുക്കും. അപ്പൊ അവര് ക്രിയേറ്റിവിറ്റി വളരും, അവർക്ക് സന്തോഷം, അവർക്ക് പോക്കറ്റ് മണിയാവും. ഇത് നമ്മൾ ചെയ്യുന്നതാ, കാരണം അവരുടെ മൾട്ടിപ്പിൾ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന ഒരു കറേജ് എന്തായിരിക്കും ആ കാര്യത്തിൽ. അപ്പൊ നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നൊക്കെ എന്റെ മോനും മറ്റു ഫ്രണ്ട്സുകളൊക്കെയാണ്. അവർക്കൊരു ഇൻസ്പിറേഷൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അവർക്ക് ബാക്കി എല്ലാത്തും ചെയ്യുന്നത്. ക്രിയേറ്റ് മൾട്ടിപ്പിൾ. എനിക്കും അതുപോലെ തന്നെ, എനിക്ക് ഓഫീസിലെ വർക്കിനും മറ്റു സാധനങ്ങളിൽ പോയി പേയ്മെന്റ് വരുന്നു, അതൊക്കെ ചെയ്തത് അതിൻ്റെ ഷെയർ മാർക്കറ്റിൽ നിന്ന് കുറച്ചൊക്കെ വരുന്നു. ഇതൊക്കെ വരുന്നത് മൾട്ടിപ്പിൾ ഇൻകത്തിന്റെ പരിപാടികളാണ്. സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഏഴാമത്തെ കാര്യം പലരും മറന്നു പോകുന്നു, വളരെ പ്രധാനത്തോടെ മറന്നു പോകുന്ന കാര്യമാണ് മോണിറ്റർ യുവർ എക്സ്പെൻസ്. അറിയണ്ടേ? മോണിറ്റർ എക്സ്പെൻസ്. നമ്മുടെ ചെലവിനെ ഒന്ന് നോക്കൂ, മനസ്സിലാക്കൂ, എവിടെയാണ് നിങ്ങൾക്ക് ചെലവ് വരുന്നത്. അറിയില്ല. വീട്ടമ്മ പറയും അത് ഭർത്താവാണ് ചെലവാക്കുന്ന അറിയില്ല. എന്നിട്ട് ഭർത്താവിന് കടം വന്നാൽ വീട്ടമ്മ ആദ്യം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അയ്യോ എന്റെ ഭർത്താവിന് കടം വന്നേന്ന് പറഞ്ഞു. എത്രയാ കടം അതെനിക്കറിയില്ല. എത്രയായിരുന്നു വീട്ടിൽ ചെലവുണ്ടായി? അയ്യോ അതൊന്നും അറിയില്ല. സാധനങ്ങളൊക്കെ പുള്ളി മേടിച്ചു കൊടുന്നതാ, ഞാൻ പറഞ്ഞതൊക്കെ മേടിച്ചു വന്നൊക്കെ. വരുമാനവും ചെലവും തമ്മിൽ യാതൊരു അന്തവും ഇല്ല. ഒരിക്കലും അവനെ ചിന്തിച്ചു നോക്കിയിട്ടുമില്ല. ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ചെലവറിയാത്തവന് വരവും അറിയാൻ പറ്റില്ല, വരവറിഞ്ഞവന് ചെലവ് അറിഞ്ഞിരിക്കണം. ഇത് തത്വമാണ്. എത്ര പേർക്ക് അതുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്ത്, എത്ര പേർക്ക് അതുണ്ടെന്ന്. യൂട്യൂബ് വീഡിയോ കാണുന്ന നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത്, എല്ലാവരും കമന്റ് ചെയ്ത്, നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഒരു സംഭവം ഉണ്ട്? ഇല്ലല്ലേ? അത് കഴിയും. ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കുന്നില്ല. എന്തൊരു അങ്ങനെ പാട്ടുണ്ടല്ലോ, വരവറിയാതെ ചെലവാക്കുന്നു പറഞ്ഞ പാട്ടുണ്ടായിരുന്നു, എനിക്ക് മറന്നു എനിക്ക് പാട്ട്. ഇത് ശ്രദ്ധിക്കുക. എട്ടാമത്തെ കാര്യം അപ്ഗ്രേഡ് യുവർ സ്കിൽ. എന്താണ് അപ്ഗ്രേഡ് യുവർ സ്കില്ല്? ഇപ്പോൾ എനിക്ക് ടൈലറിങ് അറിയാം, ഞാൻ ടൈലറിങ് ചെയ്തു കൊടുക്കുന്നുണ്ട്, കാശ് മേടിക്കുന്നുണ്ട്. എംബ്രോയിഡറി അയ്യോ അതെനിക്കറിയാം, എംബ്രോയിഡറിക്ക് ഞാൻ അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇപ്പൊ ഞാൻ ഡിസൈനിങ് ഒക്കെ എനിക്കറിയാം. ഓക്കെ, വീടിന്റെ ഡിസൈൻ ഞാൻ ചെയ്യും, അത് പഴയ കാലം മുതലേ ഉണ്ടാക്കി വെച്ചു. ഇന്റീരിയറോ? ഇന്റീരിയർ എനിക്കറിയില്ല, അത് പുറത്തു കൊണ്ടുപോയി കൊടുക്കണം. വേർ ഈസ് ഇൻക്രീസ് യുവർ സ്കിൽ? നിങ്ങളുടെ സ്കിൽ എവിടെയാണ് വളർത്തിയത്? അടുത്ത ഇൻകം വേണമെങ്കിൽ അടുത്ത സ്കിൽ ഉണ്ടാക്കണം. ഓരോ സ്കില്ലിനുമാണ് ഇൻകം വരുന്നത്. അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഞാൻ തയ്യാറില്ല. എപ്പോഴും അവനവനെ ഉയർത്താൻ തയ്യാറാവത്തിടത്തോളം കാലം അവനവനിലെ വരുമാനവും ഉയർത്താൻ ഒരിക്കലും സാധ്യമാവില്ല. അത് തന്നെ മിനിമം. വരവറിയാതെ ചെലവ് കഴിച്ചാൽ പെരുവഴി ആധാരം. അത് അപ്പോ നമ്മളെ ഉയർത്താത്തിടത്തോളം കാലം നമ്മുടെ ഇൻകം ഉയരില്ല. അതെങ്ങനെ ഉയരുക? അത് ഞാൻ വൈബ്രേഷനിൽ വെച്ച് പറഞ്ഞപ്പോ, എനർജി വെച്ച് പറയുമ്പോഴും പറയുന്നു, നമ്മളുടെ നിലവിൽ എനർജി ഉയർത്താത്തിടത്തോളം കാലം എങ്ങനെയാണ് നമ്മുടെ ഇൻകം ഉയരുക? അങ്ങനെ സാധ്യമേ ആവില്ല. ഇൻകം ഉയരണം, നമ്മൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്തിയേ പറ്റുള്ളൂ. എങ്ങനെയാ വൈബ്രേഷൻ ഉയർത്തുക? നമ്മുടെ സ്കിൽസിന്റെ വൈബ്രേഷൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ എനർജി, നമ്മുടെ ബോഡി എനർജി കൂട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായി അതിനു വേണ്ടി പാകപ്പെട്ടിരിക്കണം. അപ്പോഴല്ലേ കൂടും. 10 ജോലിക്കാരെ കൺട്രോൾ ചെയ്യാൻ അറിയാത്ത, എനർജി ഇല്ലാത്ത ഒരാളെ പിടിച്ചിട്ട് മാനേജർ ആക്കിയാൽ ആ സ്ഥാപനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ? നമ്മൾ മാനേജർ ആക്കും. ആരെയെന്നറിയോ? 10 വർഷമായിട്ട് കൂടെ ഉള്ളൊരുത്തിനെ പിടിച്ചിട്ട് മാനേജർ ആക്കും. നീയാണ് മാനേജർ. കാരണം എന്താ? നീ 10 വർഷം എന്റെ കൂടെ. 10 വർഷമായിട്ട് അവൻ നിൽക്കുന്നത് ആ എനർജി മാറാതെ അവിടെ നിൽക്കുകയാണ്.
അവന്റെ എനർജിയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് മാനേജറാക്കി വരുന്നത്. ബിസിനസ് കാര്യം പറയേണ്ടതാണ്, ഞാൻ വെറുതെ പറഞ്ഞത്. അപ്പോ 9ാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റേ പോസിറ്റീവ്. സ്റ്റേ പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായി നിലനിൽക്കുക, സന്തോഷപൂർവ്വം നിലനിൽക്കുക, സദാ പ്രസന്നവതനായി നിൽക്കുക, നിറഞ്ഞ പുഞ്ചിരിയോട് വിളിക്കുക. വരവേൽപ്പ് സിനിമയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്, ഒന്നൊന്നര ഉപദേശമാണ്. അകത്തെത്ര ദേഷ്യമുണ്ടെങ്കിലും ചിരിച്ച മുഖത്തോട് മാത്രമേ ആൾക്കാരുമലെ ജോലിക്കാരോട് പെരുമാറാവൂ. അതേപോലെ നിങ്ങൾക്ക് എന്ത് തന്നെ വിഷയം ഉണ്ടെങ്കിലും ശരി, പുറത്ത് വളരെ പുഞ്ചിരിച്ച മുഖത്തോടെ കാണാൻ പറ്റുള്ളൂ. ആ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ പുഞ്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മുടെ കൂടെ സദാ ഉണ്ടാവും. എനിക്കെന്താ സങ്കടവും ദുഃഖവും ദേഷ്യവും കോപവും ഒന്നും ഇല്ലാത്ത ഒരാളാണോ ഞാനെന്താ റോസാപ്പൂ പോലെ ഇങ്ങനെ എന്നും പിടർന്ന് മാത്രം ഇരിക്കുന്ന ആളാണ്? ഒന്നുമല്ല. എനിക്ക് ഉറക്കമുണ്ട്. എനിക്കിപ്പോ നല്ല ഉറക്കം വന്നു. ഞാനിപ്പോ കുറച്ച് മുമ്പ് ഇവരോട് പറഞ്ഞു ക്ലാസ് ഇടണ്ട, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ഉച്ചക്ക് ഉറങ്ങിയില്ല. നല്ല യാത്രയായിരുന്നു, ഭയങ്കര നല്ല യാത്രയായിരുന്നു, കുറെ പണിയായിരുന്നു, നല്ല ചൂടും. അപ്പൊ ഞാൻ വെച്ച് ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ. ഇന്ന് കിടന്നുറങ്ങിയാൽ 3 ദിവസം ക്ലാസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ ഒരു ക്ലാസ് ഉണ്ട്, ഇനി മുന്നൊരു ക്ലാസ്സും കൂടി ഉണ്ട്, ഞാൻ കുറച്ചൊന്ന് ഉറങ്ങട്ടെ. ഇല്ല, പറ്റൂല. കാരണം കമ്മിറ്റഡ് ആണ്. ഇന്ന് 2 ദിവസത്തേക്ക് ഞാൻ ക്ലാസ് ഇല്ലാത്ത ഇന്ന് ക്ലാസ് തന്നേ പറ്റുള്ളൂ. കാരണം ഇവിടെയും വിഷയമാണ്, യൂട്യൂബിലും നാളെ വീഡിയോ പോകണമെങ്കിൽ അവിടെ ഇത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഉറക്കമില്ല. എന്നിട്ട് വന്നിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള ഫാനും ഓഫായി, ആ ഒരു സ്വിച്ച് ഇത് പോയി, ഇപ്പോഴും ചൂടെടുക്കുന്നത്. ഇതൊക്കെ ഇല്ലാത്ത ഒരാളൊന്നുമല്ല. എന്നിട്ട് ചിരിക്കുന്നത് എങ്ങനെയാ? ചിരിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അത്രയും നമുക്ക് പറ്റണം. ഇതാണ് പ്രധാനം. എത്ര പേർക്ക് ഞാൻ ചിരിക്കാം? പറ്റണം. ചിരിക്കാൻ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ കൊടുക്കുന്ന ചിരിക്കാൻ. ചിരിച്ചു നോക്കി എല്ലാവരും ഒന്ന് ചിരിച്ചു നോക്കി. ഞാൻ ഇത്രയും ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണം. എല്ലാവരും ഒന്ന് ചിരിച്ചു നോക്കി നോക്കട്ടെ, ആർക്കാ ചിരിക്കാൻ പറ്റും? അയ്യോ, ചിരിക്കേ. ഈ 60 വയസ്സിന് ശേഷം ചിരിക്കുക, 70 വയസ്സിന് ശേഷം ചിരിക്കല്ലേ? അല്ലെ? ഇല്ല, പറ്റും. ആർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. ഇത് പറ്റാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. എന്താ ശ്രീജയ്ക്ക് മാത്രം ചിരിക്കാൻ പറ്റില്ലെന്നുണ്ടോ? ബാക്കി ക്യാമറ ഓഫ് ചെയ്തവരവിടെ പോട്ടെ, അവരെ വിട്ടെ. ചിരിക്കണം. ചിരി നമ്മുടെ അത് പറഞ്ഞാൽ ചിലപ്പോ കൂട്ടും. ചിരി നമ്മുടെ ആയുസ് കൂട്ടും എന്ന് പറഞ്ഞാൽ വേണ്ട, ഇത്രയൊക്കെ മതി ആയുസ്. ചിരി നിങ്ങളുടെ സമ്പാദ്യത്തെ കൂട്ടും. ചിരിച്ചാൽ നിങ്ങളുടെ സമ്പാദ്യം കൂട്ടും. എന്നാ പിന്നെ ഒന്ന് ചിരിച്ചു കളയും. പൈസ അല്ലേ വരുന്നത്, അല്ലെ? ആയുസൊന്നും വലിയ വിഷയമൊന്നുമില്ല, പൈസ വന്നാലില്ലേ. സ്കില്ലുണ്ട്, മാർക്കറ്റിംഗ് അറിയില്ല. ഇല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. മാർക്കറ്റിംഗ് ഇസ് എ സ്കിൽ. അപ്പോ ഇത് വളരെ കൃത്യമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ബി പോസിറ്റീവ് ആൾവേസ്. ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന് ഞാൻ ഇതിന് പേരിടാൻ കാരണം, ജേണി ടു ഹാപ്പിനെസ് എന്റെ പുസ്തകത്തിന് പേരിടാൻ കാരണം, ജേണി ടു ഹാപ്പിനെസ് എന്ന് ഞാൻ, അല്ലെങ്കിൽ എന്താ പറയാ, സന്തോഷത്തിലേക്കുള്ള യാത്ര എന്ന് ഞാൻ എന്റെ പുസ്തകത്തിന് പേരിടാനുള്ള കാരണം മറ്റൊന്നുമല്ല. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി ഞാൻ എന്നും പറയാനുള്ള കാരണം എന്തിനു വേണ്ടിയായിരിക്കും? നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായിട്ടുണ്ട്? എന്തിനു വേണ്ടിയായിരിക്കും ഞാനത് പറയുന്നത്? ഒന്ന് മനസ്സിലാക്കിയവർ പറഞ്ഞ്, എന്തിനു വേണ്ടിയായിരിക്കും ഞാൻ എന്നും ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ജേണി ടു ഹാപ്പിനെസ് എന്ന് എന്നും ഞാൻ പറയുന്നത് എന്തിനായിരിക്കും? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ അതിന്റെ കോൺസെപ്റ്റ്? യെസ്, സെൽഫ് അഫർമേഷൻ ആണ്. ഞാൻ എന്നെ സ്വയം ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. എന്നെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഗുളികയാണ് ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നത്. എന്റെ തന്നെ ഗുളിക ഞാൻ ഉണ്ടാക്കിയ ഗുളിക ഞാൻ തന്നെ കഴിക്കുന്നു. എന്നിട്ട് ഞാൻ തന്നെ പ്രചോദിതനാകുന്നു, ഞാൻ തന്നെ ചിരിക്കുന്നു, ഞാൻ തന്നെ എല്ലാവർക്കും എത്തുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ കൂടുന്നു. ഇതല്ലേ സംഭവിക്കുന്നു. സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 2024 വരെയുള്ള എന്റെ സീക്രട്ട് ഞാൻ മുഴുവൻ പറഞ്ഞു. ഇനി ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങളെ ഇരുത്തും. ആ പോയിന്റ് വളരെ ശ്രദ്ധിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളതാണ്. ആ പോയിന്റിന്റെ പേരാണ് ബി യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക. കാലങ്ങൾ പലതും വരും, ആൾക്കാർ പലതും വരും, പല സാഹചര്യങ്ങൾ വരും, സന്ദർഭങ്ങൾ വരും, പണം വരും, വ്യക്തികൾ വരും, പദവികൾ വരും, ഒക്കെ വരും. പക്ഷെ ഞാൻ എന്ന വ്യക്തി ഞാനായി തന്നെ തുടരാൻ എന്നും കൃത്യമായ ശ്രദ്ധയോടുകൂടി പോകാൻ പറ്റണം. ഇതാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പണവും പദവിയും എന്താ നിങ്ങൾക്ക് ആവശ്യം, ഇതെല്ലാം കൂടെ പോരും. കാരണം എന്താ അറിയോ?
അവർക്ക് വേണ്ടത് ഇതൊക്കെയാണ്. പദവിയുടെ പണത്തിന്റെ എനർജി എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ അത് മുഴുവൻ നമ്മുടെ. ഇവിടെ നമ്മൾ 10 പോയിന്റിലും 10 എനർജികളാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് സ്പിരിച്വാലിറ്റിയുടെ അൾട്ടിമേറ്റ് എനർജി എന്ന് പറയുന്നത്. ബി യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളായി തുടരുക. അപ്പൊ ഞാൻ ആരാണെന്ന ചോദ്യം അവിടെ വരും അല്ലെ? അത് ആദ്യം പോയി കണ്ടുപിടിക്കും. ഞാൻ ആരാണ്? എന്താണ് എന്റെ ഉദ്ദേശം? ഞാൻ എന്തിനൂടെ വന്നു? മരം വെട്ടുകാരനായി ഞാൻ എന്തിനു മാറി? അല്ലെങ്കിൽ പണ്ട് കാളിദാസൻ പറഞ്ഞ പോലെ എന്തിനാണ് ഞാൻ മരം വെട്ടുകാരനായി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇറച്ചി വെട്ടുകാരനായി പോയി എന്ന ചോദ്യത്തിന് ഭഗവാൻ നൽകിയ ഉത്തരം പോലെ ഓരോ ആൾക്കും ഓരോ നിയതിയുണ്ട്, അത് പാലിച്ചു പോവുക. പക്ഷെ അതിൽ ആത്മാർത്ഥമായി, അതിൽ സത്യസന്ധമായി ഏതവൻ പ്രവർത്തിക്കുന്നുവോ അവനിൽ എല്ലാം കൽപ്പിക്കപ്പെടും എന്നുള്ളത്, അവനിൽ എല്ലാം ലഭിക്കും എന്ന് നമ്മൾ സാധാരണ പറഞ്ഞാൽ അത്രയേ ചെയ്യേണ്ടുള്ളൂ. അവനവന്റെ കർമ്മത്തിൽ നിന്നുകൊണ്ട് അവനവനായി തുടർന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. നമ്മൾ മറ്റുള്ളവരെ നോക്കി അവന് വേണ്ടി അതുപോലെ കോപ്പി അടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്. നമുക്ക് നമ്മുടേതായ വഴി തിരഞ്ഞെടുക്കുക, അതിലൂടെ മുന്നോട്ട് യാത്ര ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഹൈലൈറ്റ്സുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. കാശ് ഉണ്ടാക്കുന്നത് വേണ്ടി മാത്രമല്ല, ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് ഏറ്റവും അൾട്ടിമേറ്റ്. ബി യുവർ സെൽഫ് എന്ന് എത്താനുള്ള എല്ലാ നടപടികളും നിങ്ങൾ ചെയ്യുക. എല്ലാം നമുക്ക് സെറ്റാക്കി പോകാൻ പറ്റും. ഇങ്ങനെ പുഞ്ചിരിക്കാൻ രാവിലെ എഴുന്നേൽക്കും പോലെ ഞാൻ ഇന്ന് പുഞ്ചിരിക്കുന്നു, ഞാൻ സദാ പ്രസന്നവധനാന്ന് പറയുക. വൈകിട്ട് ഉറങ്ങാൻ പോകുമ്പോഴും ആഹാ ഇന്നത്തെ ദിവസം മനോഹരം എന്ന് പറഞ്ഞ് പോയി ഉറങ്ങുക. അല്ലാത്തൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ പോയി സെലക്ട് ചെയ്തെടുത്തതാണ് മനോഹരമല്ലാത്തത്. ഇവിടെ എല്ലാം മനോഹരമാണ്. എവിടെ പോയാലും മനോഹരമായ കാര്യങ്ങളെ കാണാനുള്ളൂ. പറ്റെങ്കിൽ നമ്മൾ തിമിരം ബാധിച്ച കണ്ണിൽ എല്ലാം, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് ആൾക്കെല്ലാം മഞ്ഞയായി കാണുന്നു എന്ന് പറയുന്ന പോലെ നമ്മളിലുള്ളത് മാത്രമാണ് മാറ്റേണ്ടത്. അത് മാറ്റപ്പെടാൻ വരിക. ലക്ഷ്യം നിർണ്ണയിക്കാനാണെങ്കിൽ ഇത് ഇന്ന് ജോയിൻ ചെയ്തോളൂ. വിഷൻ ബോർഡ് 2ാമത്തെ ബാച്ച് ഉണ്ട്, ഒന്നും വൈകിട്ടില്ല. ഈ ബോധത്തോട് ഉടനെ ചാടിക്കഴിയുക, സെറ്റ് ചെയ്യുക, മാറ്റമുണ്ടാക്കുക. അങ്ങനെ മറ്റെല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് വേണ്ടത് നോക്കി സെലക്ട് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ക്ലാസ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട പറഞ്ഞോളൂ. പറഞ്ഞോ. ഞാൻ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചത്, പിന്നെ സാറ് ശ്രീജ, എന്റെ മോന് 18 വയസ്സ് കഴിഞ്ഞിട്ടാകുമ്പോ ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അവന് എന്തെങ്കിലും ഒരു വീട്ടിലിരുന്ന് കിട്ടുന്ന ഒരു ജോലി കിട്ടണമെന്ന്. പിന്നെ അപ്പോഴാണ് സാറ് അവനൊരു ജോലി കൊടുത്തത്. ഓ അത് ശരി, അത് പറയാനാണോ? അത് പറയാനാണോ? അതന്നെ. അപ്പൊ അത് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാല് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അഫർമേഷൻ എല്ലാം ചെയ്തുകൊണ്ടുണ്ടായിരുന്നതാണ്. അവന് എഡിറ്റ് എപ്പോഴും ഇരുന്ന് ഇങ്ങനെ ചെയ്യും ഫോണില്. അപ്പൊ കമ്പ്യൂട്ടർ അങ്ങനൊന്നും ഇല്ലല്ലോ. സാർ ഒരു ലാപ്ടോപ്പും ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് ഭയങ്കര ഹാപ്പി അല്ലേ ഇപ്പൊ? അത് ശരി. അപ്പൊ നീ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് സംഭവിച്ചതല്ല, നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാണല്ലേ? അപ്പൊ എന്റെ മാനിഫെസ്റ്റേഷൻ എല്ലാം ഇപ്പൊ നടക്കുന്നുണ്ട്. അതെനിക്ക് അറിഞ്ഞില്ലായിരുന്നു. അത് ശരി. ഞാൻ വിചാരിച്ച ഇത്ര കാലം ഞാൻ തീരുമാനിച്ചത് അത് നല്ലല്ലേ? അല്ല, സാറെപ്പോഴും കൊടുക്കുകയും ചെയ്തു. അടിപൊളി. അവനോട് ശ്രീകുട്ട, അതാണ് സാറ് നേരത്തെ എന്നോട് തിരിച്ചില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അവനെ വിളിച്ചതാണ്. ശരി. ഓക്കെ, വെരി ഗുഡ്. നോക്കൂ, ഇത് ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യാട്ടോ. നമുക്ക് പറയാൻ ശരിക്കും സത്യമാണ് സാർ. അങ്ങനെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏകദേശം ഇപ്പൊ എന്റെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാം എനിക്ക് പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായി ഏതൊരു കാര്യത്തെയോ വിശ്വസിക്കുന്നുവോ അത് നിങ്ങൾക്ക് സംഭവിക്കും. ഏത് കാര്യത്തെ വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കും. എന്തായി ആലീസ്? ഏത് കോഴ്സിൽ ജോയിൻ ചെയ്തു ആലീസ്? മറുപടി കിട്ടാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. എനിക്ക് അവിടെ അൺമ്യൂട്ട് ചെയ്യാൻ എനിക്ക് വിസ കിട്ടിയിട്ടില്ലേ? ജേണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ്സിൽ ചേരാനായിട്ടാണ് ചോദിച്ചത് സാറേ.
എന്നിട്ട് എന്താ അതിന് ജോയിൻ അത് ചെയ്യാത്തെ? എപ്പോഴാ തുടങ്ങും? അത് ജോയിൻ ചെയ്യുന്ന ഏത് ക്ലാസ്സാന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ ജേണി ചോദിച്ചേ. ടു ഹാപ്പിനെസ് ഒരു കോഴ്സേ ഉള്ളൂ, അത് ഒറ്റ കോഴ്സേ സ്റ്റാർട്ട് ഉള്ളൂ. ചെയ്തു ഇല്ലല്ലോ? അത് എപ്പോഴും സ്റ്റാർട്ടാണ്, ഇന്ന് വേണമെങ്കിൽ ഇന്ന് സ്റ്റാർട്ടാ. അത് ഓ 24 hours, അത് ആപ്പിലുള്ള ക്ലാസ്സാ. അല്ലാതെ പറയണ്ടേ, അതല്ലേ ചോദിച്ചേ. അതാര് ചോദിച്ചു? ഞാൻ പറഞ്ഞില്ല ജേണി ടു ഹാപ്പിനെസ് ജോയിൻ ചെയ്യും. നമ്മള് സ്ഥിരം പറയണല്ലേ, നിങ്ങൾ അത് ജോയിൻ ചെയ്താലേ പറ്റുള്ളൂ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. ഞാൻ എല്ലാവരോടും പറയാം, ഒരു കാര്യം കൂടി എല്ലാവരും പറയാം, നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം, മൈൻഡിനെയാണ് മാറ്റേണ്ടത്, മൈൻഡാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് ക്ലാസ് എടുക്കും, നിങ്ങൾ എവിടെ പോയി പഠിച്ചോളൂ, ആദ്യം മൈൻഡ് പ്രോഗ്രാമിൽ പഠിക്കുക, എന്നിട്ട് ബാക്കി ഏത് ക്ലാസ് പഠിക്കുക. മനസ്സിനെ സ്വസ്ഥമാക്കിയാൽ മാത്രമേ മറ്റൊന്നും അവിടെ വർക്ക് ചെയ്യുള്ളൂ. വിളനിലം ശരിയാക്കാതെ അവിടെ കൊണ്ട് ഒരു വിത്ത് വിതച്ചിട്ടും കാര്യം. അതാണ് മൈൻഡ് പ്രോഗ്രാമിംഗ്. മൈൻഡ് കൃത്യമായി ജേർണി ടു ഹാപ്പിനെസ്. അതുകൊണ്ടാണ് ജേർണി ടു ഹാപ്പിനെസ് ചെറിയ കോഴ്സ് ഞാൻ പറ്റാത്തവർക്ക് വേണ്ടി ചെയ്തത്. പക്ഷെ അത് ഫുൾ അല്ല, എനിക്കറിയാം ഫുൾ ആക്കാൻ പറ്റില്ല. എനിക്കത് 10 ദിവസം കൊണ്ട് എങ്ങനെ ഞാൻ ഫുള്ള് കൊടുക്കാൻ പറ്റും? ഇപ്പൊ തന്നെ 10 മിനിറ്റിന് 8 മിനിറ്റ് 2 ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഹെവി ആവും. അത് ഫുൾ കോഴ്സ് ഒന്നും എടുത്തോളൂ കേട്ടോ അലീസ്, അവിടെ നിന്ന് കേൾക്കാവുന്നതാണ്. കുറച്ച് മാറും ഈ സാധനം എന്തൊക്കെയാ കിടക്കണം. അതുപോലെ 10 ഡേയ്സ് മിറക്കിളില് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 6th ഇതില് സാറിന്റെ ഓഡിയോയില് അത് ക്ലിയർ അല്ല, സൗണ്ട് ഇല്ല അതിനകത്ത്. സാറിന്റെ ക്ലിയർ അല്ല അത്. 6th ഇന്നത്തെ അല്ലേ? ഇന്നത്തെ 7th. ഇന്നത്തെ 7th. അതിന് മുമ്പ് 6th ഇന്നലെ ആരും പറഞ്ഞില്ലല്ലോ അതെന്നോട്. അയ്യോ, എനിക്ക് കേൾക്കത്തില്ല, അതുകൊണ്ടാ പറഞ്ഞേ. അത് അവിടെ എത്തിയത് മതി. ഇവിടെ ആർക്കും ഇഷ്യൂ ഉണ്ടായത്? വേറെ ആർക്കും ഇഷ്യൂ ഉണ്ട്? ഞാൻ റെക്കോർഡിംഗ് ക്ലിയർ ആക്കി, ആർക്കും ഇഷ്യൂ ഉണ്ടായില്ലല്ലോ. ക്ലിയർ ആണ്. എന്നാ ഇപ്പൊ പറഞ്ഞുതരാം. രണ്ടാമത്തതല്ലേ അതിന്റെ ആദ്യത്തെ അല്ലേ? രണ്ടാമത്തെ ബി അല്ലേ ക്ലിയർ ആവാത്തത്? അല്ലല്ല, 6th 2 ഉണ്ട്. 6th A B 2 ഉണ്ട്. ഏതാ? ബി അല്ലേ? ബി അല്ലേ? ഒന്നാമത്തെ അല്ല, നിങ്ങൾ ഒന്നാമത്തെ ആണോ? ഒന്നാമത്തെ എനിക്ക് ക്ലിയർ ആവാത്തെ. എന്നാ ഒരാളും കൂടി അയച്ചത് നാളെ അത് ക്ലിയർ ആവും. വീണ്ടും അത് റീസെന്റ് ചെയ്താൽ നാളേക്ക് അത് ക്ലിയർ ആവും. അതിന് കാരണമുണ്ട് കേട്ടോ, ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അതിലൊരു പോയിന്റ് നിങ്ങൾക്കുണ്ട്. ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയത് എന്തുകൊണ്ട് എനിക്ക് കേട്ടില്ല എന്ന് ആ പോയിന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പറയും. ക്രിസ്മസ് കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. എനിക്ക് 5 ആണ് കിട്ടാത്തത് സാറേ. 5 കിട്ടിയില്ല, ഗ്രൂപ്പിൽ ചോദിച്ചോ, അവരെങ്കിലും സെൻഡ് ചെയ്തില്ലേ? ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5 കിട്ടിയിട്ടില്ല. ഞാനും പറഞ്ഞിരുന്നാണ് 5 കിട്ടിയിട്ടില്ല. അയ്യോ, ഞാൻ അയച്ചില്ലേ 5? അയച്ചാണല്ലോ. 5 അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു തവണ കേട്ടുള്ളൂ, പിന്നെ അത് കിട്ടുന്നില്ല. അവിടെ പോയി പിന്നെ വെറുതെ അത് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ സംസാരം ഒന്നും വരുന്നില്ല. അങ്ങനൊന്നുമില്ല. ഞാൻ റെക്കോർഡ് ചെയ്ത് MP3 അല്ല, അത് പിന്നെ MP3 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ അയച്ചു ഒറ്റ പ്രാവശ്യം മാത്രമേ കേട്ടുള്ളൂ. ഓക്കെ, വീണ്ടും അയച്ചുതരാം. ഇപ്പൊ അയച്ചുതരാം. 5 അയച്ചുതരാം, കുഴപ്പമില്ല. സാറേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഞാനിപ്പോ ഈ 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തുള്ളേ, തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഏകാഗ്രത, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ വിഷയം. അപ്പൊ അത് കിട്ടിയാലേ നമുക്കൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ക്ലാസ് തന്നെ ഞാൻ അങ്ങ് തുടർന്ന് കുറച്ചു നാളൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കോഴ്സുകളിലോട്ട് ചേർന്നാ പോരെ? അല്ല, നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടുന്നില്ലെങ്കിൽ ഈ ചെറിയ കോഴ്സ് എടുക്കാൻ ആരാ പറഞ്ഞേ? അത് നടക്കൂലല്ലോ. മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ വലിയ കോഴ്സ് എടുക്കുക. ഇതെന്താണെന്നറിയോ? ഈ 10 മിറാക്കിൾസ് 10 ഡേയ്സിന്റെ പ്രോഗ്രാമാണ്. അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ടൈം എടുത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. മറ്റത് വലിയ കോഴ്സ് ആണെങ്കിൽ ഓരോ പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. പുസ്തകത്തിൽ പറയുന്ന പോലെ ഓരോ പോയിന്റും കറക്റ്റ് ചെയ്തുകൊണ്ട് അപ്പോഴും നിങ്ങൾക്ക് അത് എവിടെയാണ് നിങ്ങൾക്ക് കിടക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. വലുതെടുക്കും വലിയ കോഴ്സിൽ, എന്നിട്ട് അതിന്റെ കൂടെ മെഡിറ്റേഷൻ കൂടി ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാം റാണി, ഏകാഗ്രത കിട്ടാത്തതല്ല വിഷയം, അവിടെ ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആവുന്നതാണ് വിഷയം. ഏകാഗ്രത അല്ല വിഷയം, നമുക്ക് ഡിസ്റ്റർബ്. അപ്പൊ അതിന്റെ ഡിസ്റ്റർബ് മൈൻഡിന്റെ പ്രധാന കാരണം കണ്ടെത്തിയാൽ മതി, അപ്പൊക്കോളും. അത് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയി ഓപ്പൺ ആയി പോയിക്കോളും. അപ്പൊ ഈ രാവിലെ ഞാൻ ചെയ്യുന്ന ആ മെഡിറ്റേഷന്റെ അതങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതിയോ? അത് കണ്ടിന്യൂ ചെയ്താൽ മതി, വേറെ ഇല്ല. അത് തന്നെ, അത് തുടങ്ങിയതല്ലേ ഉള്ളൂ. എത്ര ദിവസമായി? 2 ദിവസമായുള്ളൂ. ഓ ദൈവമേ, ഞാനൊക്കെ മിനിമം മാറിയത് 1.5 വർഷം കൊണ്ടാ. എത്ര? 1.5 വർഷം സാറ്. എനിക്ക് മെഡിറ്റേഷൻ എഫക്ട് ചെയ്യാൻ 1.5 വർഷം എടുക്കും. അത് എനിക്കിങ്ങനെ പറ്റില്ല. അപ്പൊ ഞാൻ ഓർത്തിന് എന്റെ എന്തെങ്കിലും കുഴപ്പം. ഞാൻ 3 മാസത്തോളം ചെയ്തിട്ട് ഒന്നും ആയിട്ടില്ല ഇതുവരെ.
ആ നിങ്ങൾക്ക് ഇപ്പൊ 3 മാസം ഈ ഒരു മാസം ഞാൻ മാറി ആ ആ 3 മാസമായിട്ട് ചെയ്തിട്ട് ഒന്നും ആയില്ലെന്ന്. 3 മാസമായിട്ട് നിങ്ങൾക്ക് എന്ത് ആവണമെന്ന് മെഡിറ്റേഷൻ എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ് സത്യം. അതാണ് പ്രധാനം. നിങ്ങൾക്ക് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മെഡിറ്റേഷൻ എന്താണെന്ന്. അതാണ് പ്രധാന വിഷയം. അപ്പൊ ഈ മെഡിറ്റേഷൻ തന്നെ ഞാൻ ചെയ്താൽ മതിയോ തുടർന്ന് ഒരു അതന്നെ ചെയ്യാം. ജനുവരിയിൽ കയറാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അത് എന്താണെന്നറിയോ സുധീഷ്, ഞാൻ സുധീഷിനെ പലവട്ടം ശ്രദ്ധിച്ചതാണ്. സുധീഷ് മാറ്റം ഉണ്ടാവുന്നു. അതിനുവേണ്ടി സുധീഷിന്റെ ഈ പറഞ്ഞ പോലെ ഏകാഗ്രതയിലേക്ക് സുധീഷ് വന്നില്ല. സുധീഷ് അപ്പോഴും മറ്റ് പണികൾക്ക് പോകുന്നു. മെഡിറ്റേഷൻ ഇവിടെ ചെയ്തിരിച്ചതും സുധീഷ് പണിയെടുക്കാൻ വേണ്ടി പോകുന്നു. അതാണ് പ്രധാന വിഷയം. ഇപ്പൊ ആ സമയത്ത് പണിയില്ല എന്ന് ഓർത്താൽ മതി. 5:30 മണിക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അത് പോകാതെ നിൽക്കുന്ന മതി. ഞാൻ പറഞ്ഞത് തമാശയല്ല. നിങ്ങൾ ചിന്തകൾ വേറെ വഴിക്ക് നിങ്ങൾ പറഞ്ഞു വിടുകയാണ്. ഞാൻ പറയാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചിന്തകളെ നിങ്ങൾ എപ്പോഴാണോ പട്ടിണി കിട്ടി കൊല്ലാൻ തുടങ്ങുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അധികം ആൾക്കാരും ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് വലിയ പ്ലാനിങ് ഒക്കെ നടത്തി കളയുക. വലിയ പ്ലാനിങ്, അന്ന് നടത്തേണ്ട പണികളെ പറ്റി, അന്ന് ചെയ്യേണ്ട കച്ചവടത്തെ പറ്റിയൊക്കെ വലിയ പ്ലാനിങ് നടത്തി കളയും. പിന്നെ അത് എഫക്റ്റ് ആവില്ല. പ്ലാനിങ് നടക്കൂല, ഇത് നടക്കൂല, രണ്ടും നടക്കൂല. ഇല്ല, സാർ പറഞ്ഞ പോലെ മാലിന്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളത് സാറ് പറയാറില്ലേ, നമ്മൾ അത് തന്നെ മനസ്സിൽ കൊണ്ടുവരണം എന്ന് പറയല്ലേ. പക്ഷെ അത് കൊണ്ടുവരാൻ പറ്റില്ല. അത് കൊണ്ടുവരാൻ പറ്റാത്ത നിങ്ങളെ കയ്യിൽ നിങ്ങളെ ബ്ലോക്കേജുകളെ തകർക്കാതെ എങ്ങനെ ഈ സാധനം അകത്തോട്ട് വരും? അതാണ്. സാറേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തില് ഡേ 6 പാർട്ട് 2 സാറ് 10 പരിഹാരങ്ങൾ പറയുന്നതിനകത്ത് 1 മുതൽ 4 വരെ പറഞ്ഞിട്ട് 5-ാമത്തെ പറയില്ല, 6-ാമത്തെ ധൈര്യശാലിയായിരിക്കുക, 5-ാമത്തെ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. 5-ാമത്തെ ചിലപ്പോ പറഞ്ഞു പോയിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞതിൽ വിട്ടുപോയിട്ടുണ്ടാവും. മനുഷ്യനല്ലേ, ഞാനിവിടെ നിന്ന് ഇങ്ങനെ പറയല്ലേ, ചിലപ്പോ പറഞ്ഞിട്ട് അല്ല. അതിന്റെ ചോദ്യം നിങ്ങൾ അപ്പൊ ചോദിക്കണേ. അന്നേരം സാറേ ഈ 5 എവിടെ പോയി? കാരണം എന്താ അറിയോ, ഞാനിത് എഴുതി വെച്ച് പറയുന്നൊന്നുമല്ല. ശരിയാ. പിന്നെ എനിക്കത് ഓർമ്മയുണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വേറെ എപ്പോഴെങ്കിലും ഒരു ക്ലാസ് എടുക്കുമ്പോഴേക്കും അവസാനം കയറി വരുന്നത്. ഇനിയിപ്പോ ചോദിച്ചു 5-ാമത്തെ എന്താ വെച്ചാൽ എനിക്കറിയില്ല. ഞാനിത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ സ്ക്രിപ്റ്റ് ഉപയോഗിക്കാറില്ല. അത് അന്നേരം തന്നെ ചോദിക്കാം. കേൾക്കുമ്പോൾ ചോദിക്കും, സാറേ ഇതിന് ഈ സാധനം മിസ്സിംഗ് ആണല്ലോ. മനുഷ്യനല്ലേ ഞാനും. അതുകൊണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എന്ത് ചെയ്യണം? ഒരു ചൂലെടുക്കുക, ഒരു തവി എടുക്കുക, അല്ല ഏറെക്കുറെ മാലിന്യങ്ങളൊക്കെ പോയി സാറേ. അല്ല ഇവിടെ ബിന്ദു ചോദിച്ചതാണ്, ഞാൻ തമാശ പറഞ്ഞാണ് ബിന്ദു കേട്ടോ. മാലിന്യങ്ങൾ, അകത്തിരിക്കുന്ന മാലിന്യങ്ങൾ തൂത്ത് കളയാൻ വെറുതെ ഒരു ചെറിയ ടെക്നിക്ക് കൊണ്ടൊന്നും പറ്റില്ല. നിരന്തരമായ നിത്യമായ സാധനാകർമ്മങ്ങൾ, നിത്യമായ പ്രോഗ്രസിങ്, നിത്യമായ പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. അല്ലാതെ ഇത് ചെയ്യൂ, ഈ ഗുളിക കഴിക്കൂ എന്നൊക്കെ നമുക്ക് അത് ചെറിയൊരു മാറ്റത്തിന് മാത്രമേ പറ്റുള്ളൂ, താൽക്കാലികം. പക്ഷെ നിത്യമായി മാറണമെങ്കിൽ അത് കോസിൽ നിന്ന് എടുത്തു കളയണം. എവിടെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. എന്താണ് സൗദാമിനി പറയാനുള്ളത്? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോ പെട്ടെന്ന്. സൗദാമിനി അൺമ്യൂട്ട് ചെയ്തോ. ഇല്ല അല്ലെ? ഓക്കെ, എന്നാ പിന്നെ നമുക്കിത് പിരിയാം. എനിക്കൊരു ക്ലാസ്സും കൂടി ഉണ്ട്. നമുക്കിനി ആഫ്റ്റർ ക്രിസ്മസ് കാണാം. താങ്ക് യു. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ബന്ധപ്പെട്ടെങ്കിൽ അഡ്മിന്മാരെ വിളിച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ, റൈറ്റ്. Thank you. Advance say happy Christmas to everyone. Enjoy your Christmas. Thank you. സാന്ത നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കൃത്യമായി പറഞ്ഞു. എല്ലാവരും യൂട്യൂബിൽ ഹാപ്പി ക്രിസ്മസ് ഒക്കെ യൂട്യൂബിൽ അർപ്പിച്ചോളൂ കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴേക്കും ഒരു 50K നമുക്ക് ആക്കണം. അപ്പൊ എല്ലാവരും ഇവിടെ നിന്നുള്ളവരുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞോളൂ. താങ്ക് യു. ശരി, ഹാപ്പി ക്രിസ്മസ്.
ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ തയ്യാറായത്? ഞാൻ ഒരു ഫ്രണ്ട് ഞാൻ ഒരു 1.5 ലക്ഷം രൂപയോളം 2 തവണയായിട്ട് ഞാൻ ഈ ബാങ്കിലേക്ക് തീരെ കയറാൻ വയ്യ. എന്തിന്റെ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്?